ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ എന്നത്തെയും പോലെ ഇന്നും ഒരു അടിപൊളി കിടക്കാഴ്ച ഒരു ടിപ്പുമായിട്ടാണ് സൂപ്പ് വന്നത് കേട്ടോ. എല്ലാവരും ചെയ്യുന്നതാണ് കേട്ടോ. ഞാനും തുടർച്ചയായിട്ട് ചെയ്യുന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സംഭവമാണ്. എന്നാലും നമുക്ക് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുപിടിച്ചോട്ടെ. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലാസ് സ്കിന്നാവാൻ ഇത് സൂപ്പറാണ്, അടിപൊളിയാണ് കേട്ടോ. മുഖം കണ്ണാടി പോലെ തിളങ്ങും ഇത് ചെയ്താൽ. അപ്പോൾ കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ട് നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാം. അപ്പോഴൊരു 3 കൂട്ടം സംഭവങ്ങൾ വേണം. ഞാനിവിടെ എന്ന് സ്ഥിരമായിട്ടൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്തായാലും ഇന്ന് ഞാൻ 2 കൂട്ടം സംഭവങ്ങളെ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം കേട്ടോ, ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണേ. കഞ്ഞിവെള്ളവും വേണം, നമ്മുടെ ഗ്ലിസറിൻ കുട്ടനെയും വേണം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ മിക്കവാറും ഞാൻ ഇടുന്നത് കൊണ്ട് ഞാൻ ഇന്നിപ്പോൾ എടുക്കുന്നില്ല. അപ്പോൾ ഇതൊരു അടിപൊളി സംഭവമാണ്. നമുക്കിത് രാവിലെയും വൈകിട്ടും ഇത് ഒരു 15 മിനിറ്റിന് മുഖത്ത് നമുക്ക് തേച്ചിട്ട് തുടച്ച് മാറ്റാം. സൂപ്പറാണ്. ഗ്ലാസ് സ്കിൻ മാതിരി നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഇതാവും കേട്ടോ, കളറൊക്കെ കിട്ടും. അപ്പോഴും നമുക്ക് പരിപാടിയൊക്കെ തുടങ്ങാം. പരിപാടി ഒരു സ്പൂൺ മതി കേട്ടോ. ഒരു കുറച്ച് സ്പൂണ് കഞ്ഞിവെള്ളം മതി. നല്ല അടിമട്ട് കിട്ടുവാണെങ്കിൽ അതാ നല്ലത്. ഞാനിവിടെ അടിമട്ട് വെച്ചാണ് ചെയ്യുന്നത് കേട്ടോ. അടിയിലത്തെ ആ മട്ടുണ്ടല്ലോ, ഞാനത് വെച്ചാൽ തെളിഞ്ഞല്ല, അടിയിലത്തെ മട്ട് കുറച്ച് എടുക്കുക. അടിമട്ടെന്ന് നമ്മൾ പറയുന്നത് കേട്ടോ, എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോഴും നമുക്കിതിലേക്ക് കുറച്ച് ഗ്ലിസറിൻ നമുക്ക് ഒഴിച്ച് കൊടുത്ത് ഇത് മിക്സ് ചെയ്യാം. നമ്മുടെ കിളിമക്കളെല്ലാം കിടന്ന് ചിലയ്ക്കുന്നുണ്ട്, കരയുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടിത് അങ്ങ് മിക്സ് ചെയ്യുക. നമുക്ക് വൈറ്റമിൻ ഇ ഇടാം കേട്ടോ, ഞാനിപ്പോൾ ഇടുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോഴേ ഇത് തുടർച്ചയായിട്ട് നിങ്ങൾ ഇട്ട് നോക്കിക്കോളൂ. രാവിലെയും വൈകിട്ടും ഒക്കെ ഇട്ട് നോക്കാം. അടിപൊളിയാണ് കേട്ടോ. സ്കിന്നൊക്കെ നല്ല ഗ്ലാസ് മാതിരിയാവും, കണ്ണാടി പോലെ തിളങ്ങും കേട്ടോ നമ്മുടെ മുഖമൊക്കെ. അപ്പോഴേ നമ്മൾ മിക്സൊക്കെ ചെയ്തു. മിക്സ് ചെയ്യാൻ എന്തൊക്കെ താമസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് തേച്ച് കൊടുക്കാം. നിങ്ങൾ രാവിലെയും വൈകിട്ടും ചെയ്ത് കൊടുക്കേ. അപ്പോൾ കുറച്ച് മതി കേട്ടോ. ഇതില്ല വെള്ളം മാതിരിയല്ലേ. ഒരു 10-15 മിനിറ്റ് നമുക്ക് അതിൽ കൂടുതൽ സമയം നമുക്ക് വെച്ചേക്കാം. ഇങ്ങനെ അങ്ങോട്ട് തേട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വയ്യായെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി, സ്പ്രേ കുപ്പി ഉണ്ടെങ്കിൽ. ഞാൻ പക്ഷേ എപ്പോഴും ഇങ്ങനെ കേട്ടോ, എൻ്റെ കൈ വെച്ച് തന്നെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അടിപൊളി. എല്ലാവരും ചെയ്യുന്നത് തന്നെ ഇത് കേട്ടോ, എല്ലാവരും ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഒരു തിളക്കവും ഒരു മിനുക്കോ ഒക്കെ വരും കേട്ടോ. നമ്മുടെ മുഖത്തെ നന്നായിട്ടിരിക്കും മുഖം കേട്ടോ. ഒന്ന് അടുപ്പിച്ചൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളാം, സൂപ്പറാണ്. ഒരു 15 മിനിറ്റ് കേട്ടോ, 15 മിനിറ്റ് നേരം നമുക്ക് ഇരുന്നാൽ മതി. പിന്നെ നമുക്കങ്ങ് തുടച്ച് മാറ്റാം. കുറച്ച് 1 സ്പൂണോ 2 സ്പൂണോ കഞ്ഞിവെള്ളം മാത്രം മതി കേട്ടോ. ഒരുപാടൊന്നും നമ്മൾ എടുക്കണ്ട. പിന്നെ നമ്മുടെ ആ ഗ്ലിസറിൻ കുട്ടനെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതും തേച്ചുകൊണ്ടല്ലേ. അടുക്കളപ്പണി വേണമെങ്കിൽ അടുക്കളപ്പണി ചെയ്യാം, പുറത്തെ പണി വേണ്ട. വെയിൽ കൊള്ളാൻ പോകണ്ട കേട്ടോ. വെയിലൊന്നും കൊണ്ട് മുഖമൊന്നും കറപ്പിച്ചേക്കരുത് കേട്ടോ. നമ്മൾ പാടുപെട്ട് ഇത്രയൊക്കെ മിനിക്കുമ്പോഴേ നമ്മൾ വെറുതെ പോയി കിടന്ന് വെയിൽ കൊള്ളുക. വെയിലിന് മുന്നേ രാവിലെ ജോലി ചെയ്യുക. മുറ്റം തൂക്കാനുണ്ടെങ്കിൽ അങ്ങനെ അല്ലേ, വെയിലിന് മുന്നേ ചെയ്യാൻ നോക്കണം കേട്ടോ. എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത് നല്ലതായിട്ട് ബാക്കിയിരിക്കുന്ന കഞ്ഞിവെള്ളം കുറച്ചെടുത്ത് നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് അങ്ങോട്ട് മസാജൊക്കെ ചെയ്തങ്ങോട്ട് നമുക്ക് നമ്മുടെ സ്കിൻ അങ്ങോട്ട് സോഫ്റ്റ് ആക്കാം, ഗ്ലാസ് ആക്കാം. എന്തൊരു തിളക്കമൊക്കെ ഉണ്ടെന്നറിയാമോ ഇതങ്ങോട്ട് ചെയ്യുമ്പോൾ? തമാശ പറയുന്നതല്ല കേട്ടോ, ചെയ്ത് നോക്കേ. ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ
അപ്പോൾ ഇങ്ങനെ ഒരു 15 മിനിറ്റ് ഇരുന്നിട്ട് നമുക്കങ്ങ് തുടച്ച് മാറ്റി കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ തുടച്ച് മാറ്റുന്ന എന്താ അപ്പോൾ ഞാൻ 15 മിനിറ്റ് കൂടുതലൊക്കെ ഞാനങ്ങ് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. നല്ല എന്താ തുടച്ച് മാറ്റുമ്പോൾ നല്ല നമുക്ക് ഒരു കളറൊക്കെ കിട്ടും കേട്ടോ. നല്ല ഒരു എന്താ ഒരു മിനുക്കം മാതിരി തോന്നും. ഇത് നമ്മുടെ ഈ കഞ്ഞിവെള്ളം വെച്ച് ചെയ്യുമ്പോൾ നിങ്ങളല്ലെങ്കിൽ പരീക്ഷിച്ച് നോക്കിയോളൂ. കഞ്ഞിവെള്ളം വെച്ച് നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ഒരു പായ്ക്കിട്ട് കഴിഞ്ഞ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഒരു തിളക്കമൊക്കെ കിട്ടും കേട്ടോ മുഖത്ത്. അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കുക ഈ ഒരു വിദ്യ. അറിയാൻ വയ്യാത്ത കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഈ സുപ്പു ഈ കിടിലൻ വിദ്യകളൊക്കെ പറഞ്ഞു തരുന്നത്. എൻ്റെ കിടിലൻ വിദ്യ കേട്ടോ, എൻ്റെ കുഞ്ഞു കിടിലൻ വിദ്യ. അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കൂ. അപ്പോഴും നമുക്ക് ഒരുമിച്ച് ചെയ്യാം. മുഖമൊക്കെ കണ്ണാടി പോലെ ആക്കാം, വെളുപ്പിക്കാം കേട്ടോ. തുടുത്തിരിക്കും, കവളൊക്കെ സൂപ്പറാവും കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക. പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ സംഭവമാണ്. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ്. അപ്പോൾ എന്താ ഈ കുഞ്ഞു ടിപ്പ് ഇഷ്ടമായെങ്കിൽ എന്താ ഇനി അങ്ങ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഞാനങ്ങ് തുടച്ച് മാറ്റും കേട്ടോ. അവർ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു ടിപ്പ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. ഇത് എളുപ്പത്തിനുള്ള ടിപ്പാട്ടോ. വേഗത്തിന് നമുക്ക് വല്ലപ്പോഴും ഒക്കെ ചെയ്യാൻ പറ്റും. വല്ലപ്പോഴും അല്ല, നിങ്ങൾ എന്നാൽ തുടർച്ചയായിട്ടൊക്കെ ചെയ്ത് നോക്കേ. നമ്മുടെ സ്കിന്നൊക്കെ നല്ല അടിപൊളിയാക്കണ്ടേ നമുക്ക്. വല്ലപ്പോഴൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. ഇങ്ങനെയൊക്കെ മടിച്ചിരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യും കുട്ടികളെ. ഈ ടീച്ചർ പറയുന്ന കേട്ടില്ലേ, വല്ലപ്പോഴൊക്കെ ചെയ്ത് നോക്കണം ഇതൊക്കെ കേട്ടോ. എളുപ്പത്തിന് ചെയ്യാൻ പറ്റിയ ടിപ്പുകളാണ്. എന്നും നമുക്ക് നമ്മുടെ മുഖത്ത് ഈ കഞ്ഞിവെള്ളമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്നും ഒരു കുഴപ്പമില്ല. പിന്നെ കഞ്ഞിവെള്ളം നമ്മുടെ മുടിക്കും ഒക്കെ നല്ലതാണ്, സൂപ്പറാണ് കേട്ടോ. അപ്പോഴേ കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. അടിപൊളിയാവും, സുന്ദരമാവും, സൂപ്പറാവും കേട്ടോ. അപ്പോഴേ നമുക്ക് നല്ല വിശേഷങ്ങളും നല്ല എളുപ്പത്തിനുള്ള ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം. സുപ്പത്തിന് നേരം ഇരിക്കും കേട്ടോ. ഇത്തിരി നേരെ ഇരിക്കും ഞാനിതും കൊണ്ട്. ഒന്നുണങ്ങട്ടെ. എന്തായാലും വെറുതെ ഇരിക്കുമല്ലേ. 15 മിനിറ്റ് കഴിഞ്ഞ് 15 അല്ല എല്ലാ കൂട്ടുകാർക്കും